അള്ളാഹുവിൻ്റെ അൽ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് മുഖത്തദിർ എന്നത്. അതിശക്തനായവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധ ഖുർആനിൽ 4 പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 744 ഇഖ്തിദാർ എന്ന പദത്തിൽ നിന്നാണ് മുഖത്തദിർ എന്നതുണ്ടായത്. എല്ലാ വസ്തുക്കളെക്കാളും മേലെയാകൽ, അള്ളാഹുവിൻ്റെ മേലിൽ ഒരു വസ്തുവിനും തടയിടാൻ സാധിക്കാത്ത രൂപത്തിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് തടസ്സമാകാൻ സാധിക്കാത്ത രൂപത്തിൽ സമ്പൂർണമായവൻ, ഖുദ്റത്ത് കൊണ്ട് മഖ്ദൂറായ കഴിവായ കാര്യങ്ങളുടെ മേലിൽ അവൻ പ്രകടിപ്പിക്കുന്നവൻ. ഒരു വസ്തുവും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ നിന്ന് പുറപ്പെടുകയില്ല, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ തൊട്ട് പുറപ്പെടുകയില്ല. ഈ രൂപത്തിലുള്ളവൻ, ഖുദ്റത്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ വസ്തുക്കളെ ഉണ്ടാക്കുന്നവൻ. ഈ രൂപത്തിലെല്ലാം ഈ മഹത്തായ ഇസ്മിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖുദ്റത്തിന് തന്നെ 4 മർത്തബകൾ ഉണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് പ്രകടിപ്പിച്ചുകൊണ്ടൊരു വസ്തുവിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ വസ്തുവിനെ അള്ളാഹു അറിയുന്നു, അതിനെ അള്ളാഹു രേഖപ്പെടുത്തുന്നു, അതിനെ ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു, അതിനെ അള്ളാഹു സൃഷ്ടിക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ് സൃഷ്ടിക്കൽ ഉണ്ടാകുന്നത്. മാ ഷാ അള്ളാഹു ഖാന വമാലം യശഅ ലം യകുൻ. അള്ളാഹു ഉദ്ദേശിച്ച വസ്തുക്കൾ ഇവിടെ ഉണ്ടാകും. കാരണം ഉദ്ദേശം ഉണ്ടാകുമ്പോഴാണ് സൃഷ്ടിപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു ഇഖ്തിദാർ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ പ്രകടിപ്പിക്കൽ ഇവിടെ ഉണ്ടാകുന്നതിന് 4 മർത്തബകളാണ്. അള്ളാഹു അതിനെ അറിയുന്നു, എഴുതി വെക്കുന്നു അഥവാ രേഖപ്പെടുത്തുന്നു, അതിനെ ഉദ്ദേശിക്കുന്നു, സൃഷ്ടിക്കുന്നു. ഈ ഇഖ്തിദാർ എന്നത്, അതുപോലെ ഖുദ്റത്ത് എന്നതൊക്കെ ദാത്തിയായ സിഫത്താണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവാണ് ഖാദിർ മുഖ്തദിർ എന്ന തിരിച്ചറിവിലേക്ക് എത്തിയാൽ സർവകാര്യങ്ങളെക്കൊണ്ടും അവൻ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലേക്ക് മടങ്ങുന്നതാണ്. ഒരു കാര്യവും അവന് തടസ്സമാവുകയില്ല. ഏതൊരു കാര്യവും അവന് വലിയ ഗൗരവമുള്ള ഒരു കാര്യമായി തോന്നുകയും ഇല്ല, അനുഭവപ്പെടുകയും ഇല്ല. കാരണം എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും ആ വിഷയങ്ങൾക്കൊക്കെ കഴിവുള്ളവനാണ് തൻ്റെ സൃഷ്ടാവ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എല്ലാത്തിനേക്കാളും മേലെയാണ് എന്ന ഒരു ചിന്ത വരുമ്പോൾ മറ്റൊരു കാര്യവും അവന് വലിയതായി അനുഭവപ്പെടുകയില്ല എന്നാണ്. മുഖത്തദിർ എന്ന ഇസ്മുമായിട്ട് തഅല്ലുഖ് ആകൽ, നീ അള്ളാഹുവിനെ കൊണ്ടാവുക, നീ അള്ളാഹുവിന് വേണ്ടിയാകുക എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തലാണ്. ഏതൊരു കാര്യവും നീ ചെയ്യുമ്പോൾ അത് ഞാനല്ല ചെയ്യുന്നത്, മറിച്ച് ഞാനൊരു ഉപകരണം മാത്രം, അള്ളാഹുവിനെ കൊണ്ട് ആണ് ഈ പ്രവർത്തനം ഉണ്ടായത്.
അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് ഉണ്ടായത്. ഈ ഒരു തലത്തിലേക്ക് ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്നവർ എത്തുമെന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്തെങ്കിലും വിഷയങ്ങൾക്ക് നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലിൽ നീ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവനാകും. പല കാര്യങ്ങളും പലപ്പോഴും നമ്മിലേക്ക് ഏൽപ്പിക്കപ്പെടാറുണ്ട്. ഈ ഏൽപ്പനകളൊക്കെ അള്ളാഹു ഏൽപ്പിച്ചു തന്നതാണ് എന്ന ചിന്തയിൽ അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു. ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിലേക്ക് അവൻ മടങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ അവനിൽ സംഭവിക്കുന്ന ആ ഒരു വിഷയത്തെ പേടിക്കുകയും അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ആ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഗാഢതകളെ അവൻ ആഗ്രഹിക്കുകയും ചെയ്യും. എല്ലാം അള്ളാഹുവിൻ്റെ കറമുകൊണ്ടും ജൂതുകൊണ്ടുമാണ് ഇവിടെ നടക്കുന്നത് എന്ന ആ ഒരു ചിന്താതലത്തിലേക്ക് ഈ ഇസ്മുമായിട്ട് ബന്ധം പുലർത്തുന്നവർ എത്തും എന്നാണ്. മുഖത്തദിർ എന്ന ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കേണ്ടത്, മഹത്തുക്കൾ പഠിപ്പിച്ചു, നിന്റെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്താൻ നീ പരിശ്രമിക്കുക. നിനക്ക് അശക്തത ബാധിക്കാതിരിക്കുക. അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ അങ്ങേയറ്റം നീ കഠിനമായി പരിശ്രമിക്കുക. ഇവിടെ നടപ്പിൽ വരുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടോ അതൊക്കെ നീ നിർവഹിക്കുന്നവനാവുക. ചില സൂഫിയാക്കൾ പറയാറുണ്ട്, തുടക്കത്തിൽ നീ ഒരു ഖദരീനെ പോലെയാകണം. അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ട്, നിന്റെ പരിശ്രമം കൊണ്ട് ആണ് ഇവിടെ ആ കാര്യമുണ്ടാകുന്നത് എന്ന ഒരു ചിന്തയിൽ തന്നെ തുടക്കത്തിൽ നീ ആവുകയും അവസാനമാകുമ്പോൾ നീ ഒരു ജബരിയാകുക. ജബരി എന്ന് പറഞ്ഞാൽ അടിമക്ക് ഒരു പ്രവർത്തനവുമില്ല, എല്ലാം അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ് എന്ന ഒരു തലത്തിലേക്ക് എത്തുന്ന അവസ്ഥയിൽ നീ ആവുക. സർവകാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടും ഇവിടെ നടപ്പിലാകുന്ന ഓരോ കാര്യങ്ങളിലും നീ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ടും അടിമക്കിവിടെ ഒരു പ്രവർത്തനവുമില്ല എന്ന ആ ഒരു ചിന്തയിൽ നീ എത്തിച്ചേരുക. ആദ്യമേ ഒരു മനുഷ്യൻ ഇവിടെ അടിമക്ക് ഒരു പ്രവർത്തനവുമില്ല, അള്ളാഹുവാണൊക്കെ പ്രവർത്തിക്കുന്നവൻ എന്നും ചിന്തിച്ച് മടി പിടിച്ച് നിസ്കരിക്കാതെ മറ്റു ഹൈറായ കാര്യങ്ങൾ ചെയ്യാതെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. മറിച്ച് തുടക്ക സന്ദർഭങ്ങളിലൊക്കെ അവൻ അങ്ങേയറ്റം പരിശ്രമിക്കുക. ഇത് ഞാൻ തന്നെ ചെയ്യണം, ഇത് എന്നോട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതാണ് എന്ന രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ അവൻ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗമായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, മറ്റുള്ളതിനെ ശിക്ഷിക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ സഹായം, ആ സഹായമാണ് നാം മറ്റുള്ളവരെ ശിക്ഷിക്കുന്നതിനേക്കാൾ പരിപൂർണമായത് എന്ന നിലക്ക് മറ്റുള്ള വസ്തുക്കളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് അതിനെ ശിക്ഷിക്കാതിരിക്കുക. കാരണം അള്ളാഹു മുഖത്തദിറാണ്. ആ മുഖത്തദിറായ അള്ളാഹു എന്തെല്ലാമോ അപരാധങ്ങൾ സംഭവിക്കുന്ന നമ്മെ ശിക്ഷിക്കാൻ കഴിവുള്ളതോടുകൂടെ തന്നെ ശിക്ഷിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നാമും ആ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിച്ച് മറ്റുള്ളതിനെ ശിക്ഷിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്നാണ്. ഈ ഇസ്മിൻ്റെ പ്രത്യേകതകളായി മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്, ഇതിനെ ധാരാളമായി ചൊല്ലിയാൽ അല്ലെങ്കിൽ അബ്ജദീയത്ത് പ്രകാരം ചൊല്ലിയാൽ തീർച്ചയായും
അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ആ മനുഷ്യന് ഉണ്ടാകും എന്നാണ്. ഉറക്കിൽ നിന്ന് ഉണരുന്ന സന്ദർഭത്തിൽ ഈ ഇസ്മിനെ ചൊല്ലുമ്പോൾ തീർച്ചയായും അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ അള്ളാഹു അവന് വേണ്ട നിയന്ത്രണങ്ങൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ കള്ള്, പെണ്ണ്, മറ്റ് തെമ്മാടിത്തരങ്ങൾ, ദുസ്വഭാവങ്ങൾ ഇതൊക്കെ മാറാൻ ഈ ഇസ്മ ധാരാളം ചൊല്ലിയാൽ വലിയ ഫലം ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.